ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോളജൈസിങ് ആണ്. സോ അതിന്റെ പലതരം രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അപ്പോളജൈസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. അപ്പോളജൈസിങ്, ക്ഷമായാചന. ഐ ആം റിയലി സോറി. ഞാൻ യഥാർത്ഥത്തിൽ ഖേദിക്കുന്നു. സോറി ഫോർ ഡിലേ. വൈകിയതിൽ ഖേദിക്കുന്നു. ഐ ആം വെരി സോറി. ഞാൻ വളരെ വിഷമിപ്പിക്കുന്നു. സോറി, ഐ റിയലി ഡിഡ്ന്റ് മീൻ ദാറ്റ്. ഞാൻ ഖേദിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ അത് അർത്ഥമാക്കിയില്ല. ഐ ആം ഓഫുൾ സോറി ടു മിസ്അണ്ടർസ്റ്റാൻഡ് യു. താങ്കളെ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ഐ ആം ടെറിബിളി സോറി ഫോർ മൈ ഫാൾട്ട്. എന്റെ തെറ്റിൽ ഞാൻ അങ്ങേയറ്റം ഖേദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ ഫോർ ദാറ്റ്. ദയവായി അതിന് എന്നോട് ക്ഷമിക്കൂ. എക്സ്ക്യൂസ് മീ പ്ലീസ്. എന്നോട് ദയവായി ക്ഷമിക്കൂ. ഡോണ്ട് വറി, ടേക്ക് ഇറ്റ് ഈസി. വിഷമിക്കാതിരിക്കൂ, അത് കാര്യമാക്കണ്ട. ഡോണ്ട് വറി, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. വിഷമിക്കാതിരിക്കൂ, അത് തികച്ചും സ്വാഭാവികമാണ്. ഫൊർഗെറ്റ് ഓൾ അബൌട്ട് ഇറ്റ്. അതെല്ലാം മറന്നേക്കൂ. ടേക്ക് ഇറ്റ് ഈസി. അത് നിസ്സാരമായി എടുക്കൂ. ലീവ് ഇറ്റ് ഓഫ്. അത് തീർത്തും വിട്ടുകളയൂ. ലീവ് ഇറ്റ് ഓഫ്. അത് വിട്ടുകളയൂ. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് പ്ലീസ്. ദയവായി അതങ്ങ് മറന്നേക്കൂ. ദാറ്റ്സ് ഓൾ റൈറ്റ്. അത് ശരി. ഇറ്റ് ഡസന്റ് മാറ്റർ, പ്ലീസ് നെഗ്ലെക്റ്റ് ഇറ്റ്. അത് പ്രശ്നമല്ല, ദയവായി അത് അവഗണിച്ചേക്ക്. ജസ്റ്റ് കം ഔട്ട് ഓഫ് യുവർ വറീസ് പ്ലീസ്. ദയവായി വിഷമങ്ങളിൽ നിന്ന് ഉടൻ മോചിതനാവൂ. ടേക്ക് ഇറ്റ് ഈസി. അത് കാര്യമായി എടുക്കേണ്ട. പ്ലീസ് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് സോ സീരിയസ്. ദയവായി അതത്ര ഗൗരവതരമാണെന്ന് ചിന്തിക്കാതിരിക്കൂ. എനിബഡി ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക്. ആർക്കും ഒരു തെറ്റ് പറ്റാം. ടേക്ക് ഇറ്റ് ഈസി പ്ലീസ്. ദയവായി അത് കാര്യമായി എടുക്കാതിരിക്കൂ. നെവർ മൈൻഡ് അറ്റ് ഓൾ. തീരെ കാര്യമാക്കണ്ട. ഓ ടു ലേറ്റ്. ഓ വളരെ വൈകി. ഓർ വാട്ട് ഈസ് ദ യൂസ് ഓഫ് അപ്പോളജൈസിങ് നൗ. അഥവാ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം. ഇറ്റ്സ് ടു ലേറ്റ് ടു അപ്പോളജൈസ് ഇറ്റ്. ക്ഷമ ചോദിക്കാൻ ഏറെ വൈകിപ്പോയി. നോ എക്സ്ക്യൂസ് ഫോർ ദാറ്റ്. അതിന് ക്ഷമിക്കാനാവില്ല. ഹൗ ക്യാൻ ഐ എക്സ്ക്യൂസ് സച്ച് എ മിസ്ബിഹേവിയർ ഫ്രം യു. നിന്നിൽ നിന്നും അത്തരം ഒരു മോശ പെരുമാറ്റം എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും. സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.